Hi. Hi. Namaste. Welcome to our channel. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഭയങ്കര ഹാപ്പിയസ്റ്റ് ഡേ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വളയിടലാണ് ഇന്ന്. അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഫുഡ് ദച്ചുവിനെ കൊണ്ടുപോകണില്ല. ദച്ചു ഇവിടെ നിൽക്കുവാണ്. ഉപ്പയുടെ അമ്മയുടെയും കൂടെ ദച്ചു നിൽക്കുകയാണ് ഇവിടെ തന്നെ. അമ്മ പോയിട്ട് വരാം. കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വള ഇടൽ ചടങ്ങാണ്. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആണ് ഈ ഒരു മൂമെൻറ്റ് കിട്ടിയത്. അങ്ങനെ അവൾ മാത്രം സിംഗിളായിട്ട് രസിക്കണ്ടാവുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൾ സിംഗിളല്ല. അപ്പോൾ അതിന് വേണ്ടി പോവാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് വരും. അപ്പോൾ അവളുടെ കൂടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. ചെറിയൊരു ചടങ്ങാണ്. കുച്ചാൻ പോവാണോ? ശരി. അപ്പോൾ അവളുടെ കൂടെ ഞാൻ പോകും. ഫുള്ള് ഫ്ലോ തെറ്റിയില്ല കുഞ്ഞി. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാം. ഇവിടുന്ന് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനപ്പം സ്റ്റോപ്പിൽ വന്നിട്ട് നിൽക്കുവാണ്. അവളെയും വെയിറ്റ് ചെയ്തിട്ട്. അവൾ 2 വീലറിലാണ് വരുന്നത്. ഇവിടെ വരെ അച്ഛൻ കൊണ്ടാക്കിയിട്ട് പോയി. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. എനിക്ക് മറ്റേ ഡയറക്റ്റ് ഫേസ് കാണിച്ചെടുക്കാൻ ഒരു മടി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വരുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഭയങ്കര ലേറ്റ് ആയിരുന്നു. അവിടെ ഫങ്ഷൻ മൊത്തം കഴിഞ്ഞു. അവൾ ഫുഡ് അടക്കം കഴിച്ച് കഴിഞ്ഞു. എന്നാലും ഹോള് വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഇത് സപ്പോസ് അവർ പോയിട്ടുണ്ടെങ്കിൽ അവളെ വീട്ടിൽ പോയിട്ടാണെങ്കിലും കാണുമെന്നുള്ള ഡിസിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് തന്നെ. അതിൻ്റെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഫങ്ഷൻസിൻ്റെ വീഡിയോ അവൾ അയച്ചു തന്നതാണ്. അപ്പം ഞാനത് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചേ ഉള്ളൂ. ഞങ്ങളിത് കണ്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കാണാൻ കൂടി വേണ്ടി അവൾ വീഡിയോ അയച്ചു തരികയാണ് ചെയ്തത്. അപ്പം കണ്ട മാതിരി ആയില്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിഹാല. അഖില ഞാനും വരാൻ 2 ലേറ്റ് ആയി. അതുകൊണ്ട് നിഹാല പുറത്തു വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ എത്തിയ ഉടനെ ഫുഡ് കഴിക്കാനിരുന്നു. കാരണം ഓൾറെഡി ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ബിരിയാണി റൈസ്, ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടും തപ്പി നടക്കുകയാണ് അഖില. ഫുള്ള് ഏത് സൈഡിലാണ് കിട്ടുക. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നോക്കുകയാണ് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് നല്ലത് എന്നൊക്കെ. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. അഖിലയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. വീട് വരെ വന്നിരുന്നോള്. പിന്നെ ഈ മൂമെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇത് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആൻഡ് സാഡസ്റ്റ് മൂമെൻ്റാണത്. സാഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ 3 പേർക്കും വിചാരിക്കുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ. വീടെത്തിയിട്ട് ഇച്ചിരി നേരം സെറ്റായി. കുറച്ച് നേരം ഞങ്ങൾ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തു. ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടോ ഇനിയും കാണണം എന്നൊക്കെ. എങ്ങനെയാണെന്ന് അറിയില്ല. സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അവിടെ പോകുകയായി. പിന്നെ വൈകിട്ട് ചായ, കോഫി, അവൽ ദച്ചുവിൻ്റെ ആയിരുന്നു. ഞാൻ കഴിച്ചതുള്ളത് ഞാൻ കോഫിയും പിന്നെ ക്രീം ബണ്ണുമാണ് കഴിച്ചത്. എൻ്റെ ഈ കപ്പിനടക്കം ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. അതിലാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് കോഫി കുടിക്കുന്നതും. അത് കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ ദച്ചുവിൻ്റെ സ്നേഹപ്രകടനമാണിത്.
വരുമോ? ഇല്ലല്ലോ, എന്നാ തന്നെ പോവാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ദേ അമ്മയും ദച്ചും കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങി. അവളുടെ നിർബന്ധമായിരുന്നു നടക്കാൻ പോകണമെന്ന്. അപ്പോൾ വൈകിട്ടാണ് കുളിച്ചതൊക്കെ ആശാത്തി. അപ്പം അതും കഴിഞ്ഞ് അവൾ ദേ നടക്കാൻ പോകാൻ ഇറങ്ങി. അപ്പോൾ ഇതാ ഇന്നത്തെ ഡേ ഫുള്ള് കഴിഞ്ഞു. നല്ല ഹാപ്പി ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേരെ കണ്ടുള്ളൂ, ബാക്കി ആരെയും കാണാൻ പറ്റിയില്ല. അപ്പം ഇനിയിപ്പോൾ അവളുടെ മാരേജിനായിരിക്കാം കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാവരെയും. എന്തായാലും 2 പേരെ കണ്ടു, ഹാപ്പിയായി. കല്യാണത്തിന് ശേഷം വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നീട് കുറേ കാലം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. അത്ര ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും സ്പെൻഡ് ചെയ്ത് അത്രയും ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു. പിരിഞ്ഞു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ മീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അറിയില്ല എങ്ങനെയായിരിക്കും എന്ന്. മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.